അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 6ാം ക്ലാസ്സിലെ ലിസാനിൻ്റെ മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നൗസുൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്ത് കൊടുക്കുക, ബ്രാക്കറ്റിൽ നിന്ന് താഴത്തേക്ക് എഴുതിയെടുക്കുക. 1 ഡാഷ് മിൻകും ഉമ്മത്തുൻ. അതൊക്കെ നമ്മുടെ ഖുർആനിലെ കുറച്ച് ആയത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു അംറവായിബ് പഠിക്കുന്ന ആ പാഠത്തിലുള്ള ആയത്തുകളെ പൂരിപ്പിക്കാനാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ചോദിച്ചത് വൽ തക്കുൻ മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നും ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്നാണ്. 2 ഡാഷ് അഹാക്ക. അവിടെ ചോദിച്ച ഫിഅൽ ഏതാണ്? ഉൻസുർ, നീ സഹായിക്ക്. ഉൻസുർ അഹാക്ക, നീ നിൻ്റെ സഹോദരനെ സഹായിക്ക്. 3 ഡാഷ് അൽ ഹഖ വ ഇൻകാന മുറൻ. യോജിച്ചത് ഖുലിൽ ഹഖ വ ഇൻകാന മുറൻ, കയ്പുള്ളതാണെങ്കിലും നീ സത്യം മാത്രം പറയുക. അതിൻ്റെ അർത്ഥങ്ങളോ പഠിക്കണം. 4 ഡാഷ് ഹുമ ദാഹിബാനി. അവിടെ യോജിച്ചത് മുസന്നയാകും. അൽ വലദാനി ഹുമ ദാഹിബാനി, 2 ആൺകുട്ടികൾ, അവർ പോകുന്നവരാണ്. 5 ഡാഷ് അൽ ഖിത്തു ഫഇറൻ. ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഉണ്ട്. എന്താണ്? ഖത്തലൽ ഖിത്തു ഫഇറൻ, പൂച്ച എലിയെ കൊന്നു. 6 ഡാഷ് അൽ ജന്നത ഖാതിഉൻ. അതിൻ്റെ ലാ യദ്ഖുലു എന്നാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അടുത്ത പ്രവർത്തനം നുസരിഫു, നമുക്ക് സറഫാക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഅലുകൾ, അത് സറഫാക്കി കൊടുക്കുക. ലാ യക്തുബു എന്ന് കൊടുത്തിട്ടുണ്ട്. ലാ യക്തുബു, ലാ യക്തുബാനി, ലാ യക്തുബൂന, ലാ തക്തുബു, ലാ തക്തുബാനി, ലാ യക്തുബുന. അത് മുളാരി മൻഫിയാണ്. അടുത്തത് ഉൻസുർ, അംറ ഹാദറാണ്. ഉൻസുർ, നീ സഹായിക്ക്. ഉൻസുർ, ഉൻസുറാ, ഉൻസുറു, ഉൻസുരി, ഉൻസുറാ, ഉൻസുർന. ഇനി അടുത്തത് അംറ ഗായിബാണ്. ലിയജ്ലിസ്, ലിയജ്ലിസാ, ലിയജ്ലിസു, ലിതജ്ലിസ്, ലിതജ്ലിസ, ലിയജ്ലിസ്ന. അടുത്തത് ബിർ, നീ വിൽക്ക്. ബിർ, ബിഅ, ബിഉ, ബിഇ, ബിഅ, ബിഅന. ഇതുപോലെ സറഫാക്കാനൊക്കെ വരും. അത് എവിടുന്ന് ചോദിക്കുക എന്ന് പറയാൻ കഴിയില്ല. അടുത്ത പ്രവർത്തനമാണ് നുമയ്യിസ്, വേർതിരിക്കാൻ. ഇത് അധിക പരീക്ഷകളിലും വരും, ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാക്കറ്റിൽ നിന്നും അൽ ജുംലത്തുൽ ഇസ്മിയയും അൽ ജുംലത്തുൽ ഫിഅലിയ. എന്താണ് ജുംലത്തുൽ ഇസ്മിയ, എന്താണ് ജുംലത്തുൽ ഫിഅലിയ എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നാലുള്ളത് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളൊരു വരി പറയുമ്പോൾ അതിൽ ഫസ്റ്റത്തുള്ളത് ജുംലത്തുൽ ഇസ്മിയയിൽപ്പെട്ട ആദ്യത്തേത് ഇസ്മാണെങ്കിൽ അത് ജുംലത്തുൽ ഇസ്മിയയും തുടക്കത്തിൽ വരുന്നത് ഫിഅലാണെങ്കിൽ അതിന് ജുംലത്തുൽ ഫിഅലിയ എന്നും പറയും. അതിന് ജുംലത്തുൽ ഫിഅലിയ എന്നും പറയും. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അൽ ജുംലത്തുൽ ഇസ്മിയ, ജുംലത്തുൽ ഇസ്മിയ ഏതൊക്കെയാണ് ഇതിൽ? ജുംലത്തുൽ ഇസ്മിയ തുടക്കത്തിൽ ഇസ്മ വരുന്നത്. 1 അത്വരീഖു വാസിഉൻ, വഴി വിശാലമുള്ളതാണ്. ഇവിടെ അത്വരീഖു, വഴി എന്നാണ് അർത്ഥം. ഇസ്മാണ്, പേരല്ലേ. ഒന്നല്ലെങ്കിൽ ആളുകളുടെ പേരായിരിക്കും, അതല്ലെങ്കിൽ വസ്തുവിൻ്റെ പേരായിരിക്കും എന്തെങ്കിലുമൊക്കെ. ഇവിടെ ത്വരീഖ് വഴി എന്നാണ്. അതൊരു ഫിഅലല്ല, ഇസ്മാണ്, പേരാണ്. അപ്പോൾ അത് ജുംലത്തുൽ ഇസ്മിയയിൽ പെടും. രണ്ടാമത്തത് അർസൽ അല്ലാഹു മൂസ,
അള്ളാഹു മൂസാ നബിയെ അയച്ചു. അർസല എന്നുള്ളത് അയച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഫിഇലാണ്, അത് ജുംലത്തുൽ ഫിഇലിലാണ് പെടുക. ഇനി 3 അൽ കഅബത്തു ഫിൽ മക്കത്തി. കഅബ മക്കയിലാണ്. ഇവിടെ അൽ കഅബത്തു എന്നുള്ളത് ഇസ്മാണ്, പേരല്ല, ഒരു വസ്തുവിൻ്റെ പേരാണ് കഅബ. അപ്പോൾ അത് ജുംലത്തുൽ ഇസ്മയിലാണ് എഴുതേണ്ടത്. അവസാനത്തത് റഅ അൽ വലദു സ്വദീഖഹു. റഅൽ വലദു സ്വദീഖഹു, ആൺകുട്ടി അവൻ്റെ കൂട്ടുകാരനെ കണ്ടു. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, മാദിയായ ഫീലാണ്, അത് ഫിഇലിയായ ജുംലയാണ്. അപ്പോൾ അൽ ജുംലത്തുൽ ഫിഇലിൽ എഴുതാം. ഇനി അടുത്ത് അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അൽ അംറുൽ ഹാലിറും അൽ അംറുൽ ഗായിബു 2 വേർതിരിക്കാനാണ്. സിമ്പിളായിട്ട് വേർതിരിക്കുക. ഇതിൽ ആദ്യം ഫസ്റ്റത്തെ വേർതിരിച്ചാൽ മതി. ഏത്? അൽ അംറുൽ ഗായിബ്. അംറ ഗായിബ് വേർതിരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അംറ ഹാലിർ കണ്ടെത്താം. അംറ ഗായിബിൻ്റെ മുമ്പ് കസറാക്കപ്പെട്ട ലാമുണ്ടാവും, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അംറ ഗായിബിൻ്റെ മുമ്പ് എന്തുണ്ടാകും? ആ ഫീലിൻ്റെ തുടക്കത്തിൽ കസറാക്കപ്പെട്ട ലാമുണ്ടാകും. ഇതിലേതൊക്കെ ഈ കസറാക്കപ്പെട്ട ലാമുള്ളത്? ലിയർഹംന, അത് അംറ ഗായിബാണ്. ലിയക്തുബന, അതും അംറ ഗായിബാണ്. അപ്പോൾ ഇനി പറയേണ്ടതില്ലല്ലോ അംറ ഹാലിർ ഏതൊക്കെയാണെന്ന്. ഇഫ്തഹ് ഖുലുന്ന, ഇത് രണ്ടുമാണ് അംറ ഹാലിർ. ഇനി അടുത്ത പ്രവർത്തനം നുതമ്മിമു, പൂർത്തിയാക്കാം. നമുക്ക് പൂർത്തിയാക്കാം. 1 ഇദാ ദുക്കിറൽ ഫാഇലു മഅൽ ഫിഇലി കാനൽ ഫിഇലു ഡാഷ്. ഒരു ഫീലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ ആ ഫീലാകും ഡാഷ്. എന്താണ്? കാനൽ ഫിഇലു മഅറൂഫൻ, ആ ഫീൽ മഅറൂഫാകും. 2 അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ എന്ന് വേണ്ട കേട്ടോ. തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ഡാഷ്. ഒരു ജുംല അത് തുടങ്ങുന്നത് ഇസ്മ കൊണ്ടാണെങ്കിൽ അതിൻ്റെ പേര് പറയപ്പെടുന്നത് എന്താണ്? ജുംലത്തൻ ഇസ്മിയത്തൻ. അതാണ് എഴുതി കൊടുക്കുക. തുസമ്മ ജുംലത്തൻ ഇസ്മിയത്തൻ. ഇനി എന്താണ് ഫിഇലിയ ജുംല എന്ന് ചോദിച്ചാൽ ഇതന്നെ ഉത്തരം കൊടുക്കുക. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഫിഇലിൻ എന്ന് കൊടുക്കുക. അവിടെ ഇസ്മി എന്നുള്ള കൊടുത്ത് ബി ഫിഇലിൻ തുസമ്മ ജുംലത്തൻ ഫിഇലിയത്തൻ. 3 അൽ അംറു നൗആനി. അംർ 2 വിധമാണ് ഡാഷ്. അൽ അംറുൽ ഹാലിറു അൽ അംറുൽ ഗായിബു. 4 അൽ അംറുൽ ഹാലിർ. അംറു ഹാലിർ എന്നാൽ ഫിഇലുൻ, ഒരു ഫിഇലാണ്, ഒരു പ്രവൃത്തിയാണ്. യദുല്ലു അലാ ത്വലബി അംറിൻ, ഒരു കാര്യം തേടുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഫിഇലാണ് ഡാഷ്. അത് പൂരിപ്പിച്ചു കൊടുക്കാം. അൽ അംറുൽ ഹാലിറു, അംറ ഹാലിർ എന്നാൽ ഫിഇലുൻ യദുല്ലു അലാ ത്വലബി അംറിൻ മിൻ മുഖാത്തബിൻ, സാന്നിധ്യത്തിലുള്ള ആളോട് ഒരു കാര്യത്തിൻ്റെ മേൽ തേടുന്നതിനാണ് എന്ത് പറയാം? ഫീൽ അംർ, അൽ അംറുൽ ഹാലിർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അംറ ഗായിബ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഇദാ കാന ത്വലബു ലിഗൈരി മുഖാത്തബിൻ യുക്കവ്വൻ അംറുൽ ഗായിബൻ, അത് എഴുതി കൊടുക്കുക. അംറ ഗായിബ് എന്താണെന്നും അംറ ഹാലിർ എന്താണെന്നൊക്കെ 7ാമത്തെ പാഠത്തിലാണ് പറയുന്നത് കേട്ടോ. 6ാമത്തെ പാഠത്തിൽ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ഇനി 5 അദാത്തുൽ നഫി ഫിൽ മാദി ഹർഫു ഡാഷ്. അദാത്തുൽ നഫി ഫിൽ മാദി, മാദിയിലെ നഫിയുടെ അടയാളം. ഇല്ല എന്നർത്ഥം വരുന്നത് മാദിയിൽ എന്ത് കൊടുക്കുമ്പോഴാണ്? മാ എന്ന അക്ഷരം കൊടുക്കുമ്പോഴാണ്. മുലാരിയിലാണെങ്കിൽ അത് ലാ എന്ന അക്ഷരം കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അദാത്തുൽ നഫി ഫിൽ മാദി ഹർഫു മാ ഫി അവ്വലുൽ ഫിഇലിന് എഴുതി കൊടുത്താൽ മതി. ഫീലിൻ്റെ തുടക്കത്തിൽ മാ എന്ന ഹർഫ് പ്രവേശിക്കൽ കൊണ്ടാണ് മാദിയെ എന്താകുന്നത്? മംഫിയുടെ അടയാളാകുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നക്തുബ് അൽ മുലാരിഅ ലിൽ അഫ്ആൽ മാദിയത്തിൽ ആതിയത്തി. താഴെ തന്ന മാദിയായ ഫീലുകളുടെ മുലാരി എഴുതാനാണ്. സിമ്പിളാണ്. മാ ഹലർത്തു എന്ന് ഇവിടെ കാണാം.
ഇനി ആ സ്ഥാനത്ത് മുലാരിയാകുമ്പോൾ ലാ എന്ന വരിക. അപ്പം എന്ത് ചെയ്യണം? ലാ യഹ്ലുറു സർഫാക്കുക. അവസാനത്തെ ഹലറത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഹാജരായിട്ടില്ല എന്നാണ്. ഞാൻ എന്ന് വരുന്നുണ്ട്. അപ്പോൾ മുത്തക്കല്ലിമാന്ന് മനസ്സിലായി. സർഫാക്കി വെക്കുക അവസാനം വരെ. യഹ്ലുറു യഹ്ലുറാനി യഹ്ലുറൂന തഹ്ലുറു തഹ്ലുറാനി യഹ്ലുർന തഹ്ലുറു തഹ്ലുറാനി തഹ്ലുറൂന തഹ്ലുരീന തഹ്ലുറാനി തഹ്ലുർന അഹ്ലുറു. ആ അഹ്ലുറു എന്നുള്ളതിൻ്റെ മുമ്പ് ലാ അഹ്ലുറു എന്ന് കൊടുക്കുക. അപ്പോൾ എന്തായി? ഞാൻ ഹാജരാവുകയില്ല. അടുത്തത് ഖീല. ഖീലൻ്റെ മുലാരി എന്താണ്? ഖാലൻ്റെ മുലാരി യഖൂലു. ഖീലൻ്റെ മുലാരി യുഖാലു. ഇനി ലറബ, അതിൻ്റെ മുലാരി സിമ്പിളാണ്, യളിരിബു. അതുപോലെ മാ ജാ അ, വന്നിട്ടില്ല, അതിൻ്റെ ലാ യജിയു, വരികയില്ല. ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു, തർജിം ചെയ്യാനാണ്. അർത്ഥം എഴുതി കൊടുക്കുക. അത്ത്ഫിലാനി ഹുമാ ലാഇബാനി, രണ്ട് കുട്ടികൾ, അവർ രണ്ടുപേരും കളിക്കുന്നവരാണ്. അടുത്തത് നുഅരിബു, അറബിയാക്കാൻ എല്ലാ കുട്ടികളും അവരുടെ പാഠം പഠിക്കട്ടെ. അതിൻ്റെ അറബി ലിയദുറുസ് കുല്ല ത്വാലിബിൻ ദർസഹു, എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ. ഇതോടുകൂടെ നമ്മുടെ ലിസാനിലെ ചോദ്യോത്തരം അവസാനിച്ചു. ഇതുപോലുള്ള മോഡൽ ചോദ്യങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഫസ്റ്റ് കമൻറ്റിൽ 6ാം ക്ലാസ്സിൻ്റെ ലിങ്ക് കാണും. കുറേ ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.